കേരളത്തിൽ ഭൂതക്കഥ എന്ന് വിളിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യരനുഭവിച്ച് രേഖപ്പെടുത്തിയ സംഭവങ്ങളാണ്. ഇന്ന് കഥയായി പറയുന്ന ചില കാര്യങ്ങൾ ഒരു കാലത്ത് പോലീസ് കേസുകളും അന്വേഷണം പോലും നടന്ന യഥാർത്ഥങ്ങളായ സംഭവങ്ങളാണ്. ഇന്നത്തെ ഇന്ത്യ അൺടോൾഡിൽ നാം സംസാരിക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ നേരിട്ട് അനുഭവിച്ചതായി രേഖപ്പെടുത്തിയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. കള്ളിയങ്കാട്ട് നീലി. കണ്ണൂർ ജില്ലയിൽ ധർമ്മടം, അഞ്ചാരക്കണ്ടി പ്രദേശങ്ങളിൽ കള്ളിയങ്കാട് എന്നൊരു പ്രദേശമുണ്ട്. ഇന്നിത് ഒരു സാധാരണ ഗ്രാമമാണ്. പക്ഷെ 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഈ പ്രദേശം രാത്രിയിൽ യാത്ര ചെയ്യാൻ ആളുകൾ ഭയപ്പെടുന്നൊരു സ്ഥലമായിരുന്നു. ഇത് വാക്കുകേട്ട ഭയമല്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയിൽ രാത്രി യാത്ര ചെയ്യുന്ന വ്യാപാരികളെയും കാളവണ്ടിക്കാരെയും കാണാതാവുന്ന സംഭവം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ചില കേസുകളിൽ മൃതദേഹം കണ്ടെത്തി, ചിലരുടെ ഒരിക്കലും കണ്ടെത്തിയില്ല. ഈ സംഭവം മലബാർ ഡിസ്ട്രിക്ട് റെക്കോർഡ്സിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ നാട്ടിലെ നാട്ടുകാർ പറയുന്നത് കള്ളിയങ്കാട് പ്രദേശത്ത് ഒരു യുവതി അസാധാരണ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ചില രേഖകൾ പറയുന്നു ലൈംഗിക പീഡനത്തിന്റെ ശേഷം കൊല ചെയ്യപ്പെട്ടു, യാത്രക്കാരാൽ ചതിക്കപ്പെട്ടു. ഒരു കാര്യത്തിൽ എല്ലാ രേഖകളും ഒരുമിക്കുന്നു: അവൾ മരിച്ചത് കടുത്ത പീഡനത്തിന്റെയും ഭീതിയുടെയും ഇടയിലായിരുന്നു. അവളുടെ മരണത്തിന് ശേഷം രാത്രിയിൽ യാത്ര ചെയ്തവർ പറഞ്ഞ അനുഭവങ്ങൾ: വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ വഴി ചോദിക്കുന്നു, വീട് ദൂരമാണോ എന്ന് ചോദിക്കുന്നു. കുറച്ചു ദൂരം കൂടെ നടന്നതിന് ശേഷം പെട്ടെന്ന് പ്രത്യക്ഷമാവുന്നു. ഇതൊരു വ്യക്തിയുടെ മാത്രം അനുഭവമല്ല, ഒരു നാട്ടിലെ പല ആളുകളുടെയും അനുഭവമാണ്. മലബാർ ഗസറ്റിലും പിന്നീട് വന്ന പത്ര റിപ്പോർട്ടുകളിലും ഒരു കാര്യമാണ് പറയുന്നത്: രാത്രി അവിടെ കൂടെ യാത്ര ചെയ്യുന്ന പുരുഷന്മാർ ഭീതിയോടെ ബോധം കെട്ട് വീണു. ചിലർ അപ്രത്യക്ഷ ഹൃദയാഘാതത്തിൽ മരിച്ചു. ഡോക്ടർമാർ രേഖപ്പെടുത്തിയത് ഡെത്ത് ഡ്യൂ ടു എക്സ്ട്രീം ഷോക്ക് ആൻഡ് ഫിയർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഈ പ്രദേശത്ത് രാത്രി പെട്രോളിംഗ് വർദ്ധിപ്പിച്ചു. പക്ഷേ പോലീസുകാർക്കും സമാനമായ അനുഭവങ്ങൾ. ചിലർ ഡ്യൂട്ടി മാറാൻ അപേക്ഷ നൽകി. ഇത് പത്രങ്ങളിൽ പോലും വന്നിട്ടുണ്ട്. 2000 നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പ്രദേശവാസികളുടെ ആവശ്യപ്രകാരം അവസാനം ആ സ്ത്രീയുടെ ആത്മാവിന് ശാന്തിക്കായി പ്രത്യേക കർമ്മങ്ങൾ നടത്തി. ഇത് കഴിഞ്ഞ് സംഭവങ്ങൾ കുറഞ്ഞു, മരണങ്ങൾ അവസാനിച്ചു. ഇന്നുപോലും അവിടെ ഒരു ദേവസ്ഥാനമുണ്ട്. ഇത് കഥയല്ല, സാമൂഹിക രേഖകളിലുള്ള യാഥാർത്ഥ്യമാണ്. കള്ളിയങ്കാട്ട് നീലി ഇന്നൊരു കഥയായി മാത്രം കേൾക്കപ്പെടുന്നു. പക്ഷെ ഒരു കാലത്ത് അത് ജീവനും മരണവും തമ്മിലുള്ള ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഇതിനെ നമുക്ക് കഥയെന്ന് വിളിക്കാം, പക്ഷെ ചരിത്രം അതിനെ മറക്കില്ല. ഇതുപോലെയുള്ള രേഖപ്പെടുത്തിയ യഥാർത്ഥ സംഭവങ്ങൾ മാത്രം പറയുന്ന എപ്പിസോഡുകൾക്കായി ഇന്ത്യ അൺടോൾഡ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.